സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ള ഒരാളെ പറ്റിയിട്ട് എന്തായാലും പ്രത്യേകിച്ച് ഞാൻ വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയേണ്ട, എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. എങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ പറയണമെന്നുണ്ടെങ്കിൽ പറയേണ്ടത് നമ്മുടെ കൈരളി ടി.വിയിൽ നിന്നും ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. ഇപ്പോൾ മലയാള സിനിമയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, ഏറ്റവും തിരക്ക് കൂടിയ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ കൂടിയാണ്. അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. നൺ അതർ ദാൻ ദ വൺ ആൻഡ് ഓൺലി അഭിലാഷ് പിള്ളൈ. ഹായ്, വെൽക്കം ബാക്ക് ടു കൈരളി. കൈരളിയുടെ പെർമനന്റ് സ്റ്റാഫ് അല്ലായിരുന്നു ഞാൻ, പക്ഷേ എൻ്റെ ആസ് എ മീഡിയയിൽ ഞാൻ ആദ്യമായി ജോലി എടുക്കുന്നത് കൈരളിയാണ്, സ്റ്റുഡൻസ് ഉള്ളിയുടെ കോർഡിനേറ്ററായിട്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു 7-8 എപ്പിസോഡോളം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിച്ച കോളേജിൽ തന്നെ ഞാൻ കോർഡിനേറ്റ് ചെയ്ത് ഇവർ വിഭാഗത്തിൽ എന്നുള്ള പടത്തിന്റെ പ്രൊമോഷൻ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. കൈരളി അങ്ങനെയാണ് ജയേട്ടനോടൊക്കെ നല്ല ബന്ധം ഉണ്ടാകുന്നത്. അപ്പോൾ കൈരളിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ഇട്ട് വരുന്നത് ഈ ആർട്ടിസ്റ്റോടൊക്കെ ബന്ധം. അപ്പൊ നന്നായി കൈരളിക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂ. ഈ അതുകൊണ്ട് ഗുണം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പിന്നീട് ഈ ഒരു സ്റ്റുഡൻസ് മണ്ഡലിയുടെ ബേസിൽ? ഞാൻ പിന്നെ കൈരളി മാത്രമല്ല വേറെ 1-2 ചാനലിൽ അടക്കം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ MBA കംപ്ലീറ്റ്. ഞാൻ MBAയുടെ പാർട്ട് ടൈം ജോലിയായിട്ടാണ് ഇതൊക്കെ പൊക്കോണ്ടിരുന്നത്. MBA കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഞാൻ IT മേഖലയിലേക്ക് ജോലിക്ക് പോയി. പക്ഷേ അതിനുശേഷം ഞാൻ തിരിച്ചു വന്ന് ഞാൻ വീണ്ടും ചാനലുകളിൽ വർക്ക് ചെയ്തു, പല ചാനലിൽ വർക്ക് ചെയ്തു. അതിന് ശേഷമാണ് ഫുൾ ഓൺ സിനിമയിലേക്ക് പോകുന്നത്. അപ്പം ഈ ചാനലുകളിലെ ജോലി നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് തരും. ഈ കാത്തിരിക്കാനുള്ള ക്ഷമ വരുന്നതൊക്കെ ചാനൽ ജോലിയാണ്. അപ്പോൾ ചില പ്രോഗ്രാമൊക്കെ ചെന്ന് രാവിലെ ആയിരിക്കും നമുക്ക് സമയം തരും, പക്ഷെ അവിടെ ഷൂട്ട് കഴിയുമ്പോഴത്തേക്ക് രാത്രിയാവും. അപ്പോൾ ഈ പോസ്റ്റ് ആവാനുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നത് കൂടുതൽ ചാനൽ വർക്ക് ചെയ്യുമ്പോഴാണ്. അതും പിന്നെ ഒരുപാട് ബന്ധങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും അന്ന് തൊട്ട് ഇന്ന് വരെ ഉള്ളതിൽ, അപ്പം അന്നോട്ട് പല റിലേഷൻഷിപ്സ് ചേട്ടൻ ഉണ്ടാക്കി പറഞ്ഞു. അന്ന് ഉള്ളതിൽ നിന്ന് ഇന്നലേക്ക് വരുമ്പോഴേക്കും അത് തുടങ്ങിയതിനേക്കാൾ ഏറ്റവും ശക്തമായി മാറിയ ഒരു ബന്ധം, ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവും, അതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒന്നേ ഇതായിരിക്കും. ചാനലിൽ നിന്നാണോ? ചാനലിലെ ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോഴും നല്ല ബന്ധമാണ്. ഞാൻ സിനിമ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞാൽ എൻ്റെ കൂടെ ജോലി ചെയ്തവർ വന്നപ്പോൾ ഞെട്ടിപ്പോവും. അഭിലാഷനാണ് ഈ അഭിലാഷൻ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറയും അളിയ ഞാൻ തന്നെ എന്ന് പറയും. പിന്നെ അങ്ങനെ കമ്പനിയായി ഒരുപാട് പേരുണ്ട്, വീണ്ടും വർഷങ്ങൾക്ക് ശേഷം കണ്ടവര്, റെഗുലറായിട്ട് കോൺടാക്റ്റിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം പിന്നെ സന്തോഷമാണ് അവരെയൊക്കെ വീണ്ടും കാണുമ്പോൾ. എനിക്ക് തോന്നുന്നത് ദക്ഷയും ഞാനും കൂടെ തന്നെ എനിക്ക് തോന്നുന്നു നൈറ്റ് ഡ്രൈവും 10 ഇന്റർവ്യൂ എടുത്തവരാ. വീണ്ടും ഒരു കൊല്ലം കഴിഞ്ഞു, ഒരു കൊല്ലം കഴിഞ്ഞ് വീണ്ടും ഒരു ഇന്റർവ്യൂ എടുക്കുന്നു. സ്റ്റില് നമ്മൾ ആക്റ്റീവായിട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം. അല്ല, ഇപ്പം ഈ ഏറ്റവും ഇനി വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പുതിയ പടം ഓണാവാൻ പോവാണ്, 5th മൂവി അല്ലേ? അപ്പൊ എന്താണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. 5th ഉം 6th ഓട് ഒരുമിച്ചായിരിക്കും മിക്കവാറും. അങ്ങനെ ഒരു വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു മാളികപ്പുറത്തിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ സമയം എടുത്ത് എഴുതുന്ന ഒരു സ്ക്രിപ്റ്റാണ് എടുത്തത്. എനിക്ക് ഓൾമോസ്റ്റ് 1 ഇയർ എടുത്തു. കാരണം എന്താ വെച്ചാൽ ഇപ്പം ആദ്യ സിനിമയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ആവേശമാണ് പെട്ടെന്ന് സിനിമകൾ ചെയ്യണം എന്നുള്ളത്. ഇപ്പം പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം ജനങ്ങൾ നമ്മളിത് പ്രതീക്ഷിക്കുന്നത് മാളികപ്പുറത്തിന് ശേഷം വരുന്ന സിനിമ എന്താണ്, അപ്പോൾ അതൊരു മികച്ച സിനിമയാക്കണം എന്നുള്ളൊരു വാശിയും കൊണ്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ മാളികപ്പുറം ടീം, ഞാനും വിഷ്ണുവും തന്നെ അടുത്തൊരു പടം വരുന്നുണ്ട്. വിഷ്ണുവും ഞാനും ഒരു വർഷം എടുത്തിട്ട് വെയിറ്റ് ചെയ്ത് ഒരു ഒരു സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്താണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മളെ വിശ്വസിച്ച് തിയേറ്ററിലേക്ക് വരാൻ പോകുന്ന പ്രേക്ഷകരെ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഒരു ഗ്യാപ്പ് എടുത്ത് എഴുതുന്നതാണ്. അപ്പൊ അത് നന്നായി വരുമായിരിക്കും. ഈ മാളികപ്പുറം 2 അതിന്റെ ആണോ? മാളികപ്പുറം 2 എന്തായാലും ഇപ്പോൾ ഉടനെ അല്ല, അതിന് മുന്നേ ഞങ്ങൾ 2 പടം ചെയ്യുന്നുണ്ട്. അതിലൊരു പടം ഞങ്ങളിപ്പം സ്റ്റാർട്ട് ചെയ്യും. അതിനു മുന്നേ എനിക്കിപ്പം വിനയൻ സാറിന്റെ മകൻ, സംവിധായകൻ വിനയൻ സാറിന്റെ മകന്റെ പടമാണ് ഇമ്മീഡിയറ്റ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ സ്ക്രിപ്റ്റ് കഴിഞ്ഞു, പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെ തന്നെ നമ്മുടെ മാളികപ്പുറം വിഷ്ണു, രണ്ടും വിഷ്ണുമാരാണ്. അപ്പോൾ മാളികപ്പുറം വിഷ്ണുവിന്റെ സ്ക്രിപ്റ്റ് ലോക്കായി, അതിന്റെ പണികൾ നടക്കുന്നു.